ഇതണ്ടോ, ഇതാണ് ഇതിൻ്റെ നീര് കണ്ടോ, ഒരു ചെറിയൊരു പീസ് എന്നാണ് ഈ വരുന്നത്. കണ്ടോ പുലാസാൻ്റെ കണ്ടോ, വലിയ വലിയ തൈകൾ കേട്ടോ, കണ്ടോ അടിപൊളി തൈകൾ. ഇതാ എൻ്റെ ഹൈറ്റുള്ള തൈകൾ കേട്ടോ. ഇതാ ഇതൊക്കെ നമ്മൾ 1300 രൂപ കൊടുക്കണം കേട്ടോ, ഇത്രയും വലിയ തൈകൾ. കടച്ചക്കൻ്റെ തൈകൾ കേട്ടോ ഇതൊക്കെ. ഇതാ ഇതൊക്കെ ലെയർ അടിച്ചുള്ള തൈകളാണ്, 250 രൂപ കൊടുക്കണം കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അർസാബോയ് സൺഡ്രോപ്പ് ഏതാണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ട്. ഇത് ചില ആളുകൾ രണ്ടും ഒന്നാണെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ അർസാബോയ് പറഞ്ഞ സൺഡ്രോപ്പാണ്, സൺഡ്രോപ്പ് പറഞ്ഞ അർസാബോയ് എന്ന് പറയും. കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്ന സാധനം അർസാബോയ് ആണ്. നമ്മൾ സൺഡ്രോപ്പ് എന്നല്ല കൂടുതൽ ആളുകളും കടയിൽ ഉപയോഗിക്കുന്നത്. ശരിക്കും അർസാബോയ് ഇതാണ്. ഇതിന് ഇതുണ്ടോ അത്രയും ഫിനിഷിംഗ് ആണ്, അത്രയും ഗ്ലേസിങ്ങും ആണ്. യെല്ലോ കളറാണ് ഇതിന് വരുന്നത്. ശരിക്കും ഇതിനൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. ഇത് ശരിക്കും റഫായി ഒരു പരിക്കനായിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. പക്ഷേ ഇത് നല്ല ഗ്ലോസി ആയിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ഫ്രൂട്ടാണിത്. ഇതിന് ഫ്ലേവർ കൂടുതൽ വരുന്നത് സൺഡ്രോപ്പിനാണ്. പക്ഷേ സൈസ് കൂടുതൽ വരുന്നത് അർസാബോയ് ആണ്, പഴത്തിന്റെ സൈസ്. ചെറിയ, അതായത് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ സ്മെല്ലിനൊക്കെ സ്മെല്ലൊക്കെ ഏകദേശം സെയിം ആണ് അല്ലേ? സ്മെല്ലാണ് കുറച്ചുകൂടി ഫ്ലേവർ കൂടുതൽ സൺഡ്രോപ്പാണ് തോന്നുന്നത്, സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവം ചെയ്തു. എന്തായാലും ഇതിൻ്റെ രണ്ടിനും തൈകൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് സൺഡ്രോപ്പിൻ്റെ തൈകളാണ്, അതാണ് കൂടുതൽ പോകുന്നതും. ഇതിൻ്റെ തൈകൾ ഇപ്പോൾ റെഡിയിലുണ്ട്. ഇത് നമ്മൾ വെതർ ലീഫ് എന്ന് പറഞ്ഞാൽ ലോങ്ങനാണ്. ലീഫിനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. ഇതൊക്കെ 2000-3000 ഒക്കെ വില ഉണ്ടായിരുന്നു. നമുക്ക് നമ്മൾ 800 രൂപ കൊടുക്കാം. 800 രൂപയ്ക്ക് കൊടുക്കാം. തൈകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ, ഒന്നും തീരൊന്നുമില്ല, തൈകളുണ്ട്. പിന്നെ ഡയമണ്ട് റിവർ ഉണ്ട്. ഇതാണോ, ഇത് ബ്ലാക്ക് ലീഫ്. ഇത് ബ്ലാക്ക് ലീഫ്, അത് ബ്ലാക്ക് റൂബി, രണ്ടും ബ്ലാക്ക് തന്നെയാണല്ലേ പേരില്? അതെ അതെ അതെ. ഇത് നമ്മൾ ഒരു 600 രൂപക്ക് 500 രൂപ കൊടുക്കാം. 500 രൂപ ലാസ്റ്റ്. ബ്ലാക്ക്. മറ്റേതോ? ഏത്? അത് അതേ റേറ്റിൽ കൊടുക്കാം. സെയിം റേറ്റ്. ബ്ലാക്ക് റൂബി. ബ്ലാക്ക് റൂബി സാധാ റൂബി അല്ല കേട്ടോ. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന സാധനം ലെമൺ സെസ്റ്റ് മാംഗോ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയൊരു സംഭവമായി ഫേമസ് ആയ ഒരു സംഭവമാണ്. ഇതിന്റെ വില പുറത്തൊക്കെ 900-1000 ഒക്കെ ചെറിയ കുഞ്ഞു തൈന് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്നും ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കാം. കുറച്ച് പാകത്തെ റേറ്റിൽ കൊടുക്കാം. തൈകൾ ഇനി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ ലോങ് നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുന്ന സീഡ് തൈകളാണ്. സീഡ് തൈകളാണല്ലേ? അതൊക്കെ ചെറിയ കുഞ്ഞു കവറിൽ കൽക്കട്ടെന്ന് വരണം. അതൊക്കെ ചെയ്യണ്ട. ഇതൊക്കെ ഇനി കവർ മാറ്റി വെച്ചിട്ട് നന്നാക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇതൊക്കെ ലോങ്ങിന്റെ തൈകൾ തന്നെയാണ്. ഇതാണ് വെതർ ലീഫ്. ഇതാണ് പിംപോങ്. കേട്ടോ പിംപോങ് നല്ല തൈകൾ കേട്ടോ, മോശം തൈകളൊന്നും നല്ലതാ. കണ്ടോ 500 രൂപ പിംപോങ്. 500 രൂപയ്ക്കുള്ളല്ലേ? പിന്നെ തവണു ഡയമണ്ട് റിവർ ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഡയമണ്ട് റിവർ കണ്ടോ, നല്ല തൈകളാണ് അല്ലേ? ഇത് എത്ര കൊടുക്കുന്ന അറിയോ? 350 രൂപ. 350 രൂപ ഡയമണ്ട് റിവർ. 350 രൂപ. പിന്നെ ഡബിൾ ലോങ്ങൻ 450 രൂപ. ഡബിൾ ലോങ്ങൻ ഞാൻ എന്താരോ ഈ 600-ന് പിന്നെ 600-800 കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം നമ്മൾ ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ നല്ല കായ്ക്കണമുണ്ട്, നല്ല അത്യാവശ്യം നല്ല ഫ്രഷും ഉണ്ട്, നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. 2 വർഷം കൊണ്ട് കായ്ക്കണമുണ്ട്. 450 രൂപക്കാണ് കൊടുക്കുന്നത്. റൂബി ലോങ്ങൻ. റൂബി ലോങ്ങിന്റെ വില 350 രൂപ കേട്ടോ. ഒരു ഫാൻസി ആയിട്ട് ഫ്രണ്ടിൽ വെക്കാൻ. അതെ അതെ, നല്ല മധുരം ഉണ്ട്, പക്ഷെ ഫ്ലഷ് കുറവാണെന്നുള്ളൂ. 350 രൂപയാണ്. ഇത് 500-600 ഒക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. അതേപോലെ ഡബിൾ ലോങ്ങിന് ഞാൻ പറഞ്ഞില്ല ആ റേറ്റ്. പിന്നെ വൈറ്റ് നല്ല അടിപൊളി തൈകൾ കണ്ടോ. വൈറ്റ് എങ്ങനെ ഇപ്പോ? വൈറ്റ് ഒക്കെ നമുക്കിപ്പോൾ 450 രൂപ കൊടുക്കാം. 450 രൂപ കൊടുക്കാം. ഓഫറാണ്. 450 രൂപ ഓഫർ 450 രൂപ. ഇതൊക്കെ ഡബിൾ ലോങ്ങിന്. അതേപോലെ ഷോഗണ്. ഇതൊക്കെ ഷോഗണും ഉണ്ട്. ഒക്കെ ഇതുണ്ടോ, ഇത് 4 സീസൺ. 4 സീസൺ 500 രൂപ കേട്ടോ. അപ്പോൾ ഏത് ലോങ്ങിന് ഏത് ചോദിച്ചാലും എവിടെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട, നേരെ പോകുന്ന വില ഏറ്റവും കുറവ് ഇവിടെ തന്നെ ആവും. ഇതിന് കുറച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് ബ്ലാക്ക് ഡയമണ്ട് ഗുവ. ഇപ്പൊ ഞാൻ ഇതുവരെ കൊടുത്തോണ്ടതിന് 300 രൂപയ്ക്കാണ്. ഇനിയിപ്പോ ഒന്നും കൂടി കുറച്ചിട്ട് 250 രൂപ കൊടുക്കണം. 250 കൊടുക്കല്ല. ഇനി 2 മാസം കഴിഞ്ഞ് പുതിയത് ഒരാൾ അതിലും വില കുറവേക്കാരം അതേ പറയാം. പക്ഷെ ഈ തൈന് അത്ര സൈസ് കിട്ടുന്നുണ്ടാവില്ല. 250 രൂപക്ക് ഇപ്പോൾ ഇത് സാധനം കൊടുക്കുക. എത്ര വേണം തൈകളുണ്ട്. പിന്നെ ഡയമണ്ട് റിവറിന്റെ ചെറിയ തൈകളാണ്. അതൊക്കെ ഹോൾസെയിൽ അതൊന്നും നന്നാക്കിയിട്ട് കൊടുക്കാനുള്ളതാണ്, ആയിട്ടില്ല. പിന്നെ അതാണ് ഗോൾഡൻ നൈറ്റ് എന്ന് പറഞ്ഞ പേരയ്ക്ക, അടിപൊളി പേരയ്ക്കാണ്. 250 രൂപയാണ് വരുന്നത്. 200 രൂപ കൊടുക്കുക ഓഫറിൽ. പിന്നെ വൈറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞ പേരയ്ക്കാണിത്. ഇതൊക്കെ 250 രൂപ വൈറ്റ് ഡയമണ്ട്. എല്ലാ പേരക്കളും ഉണ്ട് കേട്ടോ. പേരയ്ക്ക് ഏകദേശം ഒരുവിധം വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടില്ല. റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടി കാണിച്ചു തരാം. പ്രത്യേകിച്ച് കാണിക്കേണ്ടില്ല, നമ്മൾ കാരണം എല്ലാ തവണ വരുമ്പോഴും ഇവിടെ കാണാറുള്ളതും പരിചയപ്പെടുത്താറുള്ളതുമാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ശരിക്ക് ജയന്റ് അബിയു എന്ന് പറഞ്ഞ അബിയു.
ഇത് ഒരു പകുതി മൂപ്പായിട്ടുള്ളൂ. അപ്പുള്ള സൈസാണല്ലോ. സൈസാണ് അത്. ഇത് ഒന്നും കൂടി വലുതാണ്, നിറയെ കായ്ക്കൊണ്ട്. ഇതൊക്കെ ചെറിയ ഇതാണ്, ഇപ്പോൾ ആയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒക്കെ പഴുത്തിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് ഇതായി പോകും. കാരണം കഴിഞ്ഞ വർഷം കുറച്ച് പഴം ഉണ്ടായിരുന്നു, ഒക്കെ ഏകദേശം 1 കിലോ വരെ തൂക്കമുള്ള പഴങ്ങളായിരുന്നു ഇതിമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പം തന്നെ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു സൈസ് നോക്കിയതാ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ സൈസ് ഉണ്ടോ. ഇത് പകുതി മൂപ്പും കൂടെ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇത്? ഇതിപ്പോൾ ഒരു 6 വർഷം 7 വർഷമൊക്കെ പഴക്കമുണ്ടാവും. ഇതിൻ്റെ പഴയ മദർ പ്ലാന്റുകളാണ്. അപ്പുറത്തൊക്കെ ഉണ്ട്, വലിയ മരങ്ങളോട് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അന്നൊക്കെ ഉണ്ടാണ് കറക്റ്റ് ആയിരുന്നു, പിന്നെ ഇതൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇനി ഇവിടുന്ന് ഇതിൻ്റെ സീഡിട്ട് മുളപ്പിച്ചാലും ചിലപ്പോൾ മാറും. ഇതാണ് വിയറ്റ്നാം മാൾട്ട. ആളുകൾ ചോദിക്കലുണ്ട് മണ്ണിൽ വെച്ചത് കായ്ക്കോ ഉണ്ടാവുമോ എന്നൊക്കെ. 2 വർഷം മുന്നേ വെച്ചതാണ്. ഇതാണ് പൊട്ടിച്ച. ഉണ്ട് സാധനം കണ്ട, കണ്ട ഒരു ബബ്ലൂസ് പോലെ ഉണ്ട് അല്ലേ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അല്ലേ, കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും നോക്കാം. ഇതിപ്പോ കറക്റ്റ് ആയോ? ആയിട്ടുണ്ട്. ഇത് കളർ മാറാനൊന്നുമില്ല, ഈ കളറിൽ തന്നെ പറിക്കും. വിയറ്റ്നാം മാൾട്ടയാണ്. മുറിക്കല്ലേ, മുറിക്കാം. വെള്ളം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ ജ്യൂസ് ശരിക്കും വെള്ളം നിറച്ചു വെച്ച പോലെ ഉണ്ടല്ലേ. ഉണ്ടോ വിളിക്കണോ. ഇതിന്റെ തന്നെ സംഭവം, ഇതിന്റെ നീര് ഇതിനെ കാണിക്കാൻ വേണമെങ്കിൽ ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട. എന്നാലും കുറച്ച് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് നീകൾ ഇതണ്ടോ, ഇതാണ് ഇതിന്റെ നീര്. കണ്ട ഒരു ചെറിയൊരു പീസ് എന്നാണ് ഈ വരുന്നത്. ഇതാണ് വിയറ്റ്നാം മാൾട്ടിന്റെ പ്രത്യേകത. അത്രയും ജ്യൂസിയാണ്. കുടിച്ചോളി, നല്ലതാ. ഇതാണ് പാകിസ്ഥാൻ ലെമൺ. നമ്മൾ ഒരുപാട് ആൾക്കാരോട് നമ്മൾ പറയണതാണ് വെക്കാൻ. കാരണം നല്ല അത്യാവശ്യം സൈസും കിട്ടുന്നുണ്ട്, തൊലി കട്ടിയില്ല, നല്ല ചെറുനാരങ്ങ തന്നെ ഒരേമാതിരി അച്ചാറിടാനൊക്കെ ടോപ്പ് ടേസ്റ്റുള്ള ഒരു അതിനാണ്. നല്ലോണം കായ്ക്കുന്നുണ്ട്. ഇതിന് വളം കൊടുക്കൽ കുറച്ച് കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലേറെ കായ്ച്ചിട്ടുണ്ടാവും. എല്ലാവരും വെക്കേണ്ട തൈകൾ നമ്മൾ എത്ര രൂപ മുതലുണ്ട്? ഇതിന് തൈകൾ 200 രൂപ മുതലുണ്ട്. 450 രൂപയൊക്കെ നല്ല കായോടുള്ള തൈകൾ. ഇതാണ് കഫീർ ലെമൺ പറഞ്ഞ സാധനം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ നാരങ്ങക്കല്ല പ്രത്യേകത, ഇതിന്റെ ലീഫിനാണ്. ഇതിന്റെ ലീഫ് പറഞ്ഞാൽ നമ്മള് തായ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ലീഫിന്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാല് ഒരു ബിരിയാണിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിന്റെ ലെവൽ തന്നെ മാറും, ടേസ്റ്റുമാണ്. ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി അപ്പോൾ മനസ്സിലാവും. നല്ലൊരു ഗ്യാസ് എന്താ അതിന്റെ അത് തായ് ഫുഡിൽ എത്ര ആളുകൾ എന്തൊക്കെ ആവശ്യം ചോദിക്കാന്ന് തൈകളുണ്ട് ഇപ്പോ. എത്ര രൂപ മുതല്? 250 രൂപ. ഇതാണ്ടോ ജബോട്ടിക്കാന്റെ തൈകളാണോ, ആ കാണുന്ന മൊത്തം ജബോട്ടിക്കാന്റെ തൈകളല്ല. അതാ ഇതിലൊക്കെ അതാണ്ടോ സൈസ് ഉണ്ടോ, എന്റെ ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ 2000 2200 അതിൽ കൂടുതലുള്ള തൈകളെ ഇതിലില്ല. എല്ലാം ഇതിൽ കായ്ച്ചിട്ട് മാത്രമാണ് കൊടുക്കാൻ പോണത്, അല്ലാതെ കായില്ലാതെ ഇതിൽ കൊടുക്കണില്ല. ഇതാണ്ടോ ഇവിടെയൊക്കെ നോക്കി. ഇതാണ്ടോ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഞാൻ മലപ്പുറം ടൗണിന്റെ അടുത്ത്, അതായത് പെരിങ്ങോട്ടുകുളം എന്നറിയും. മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് മൃഗാശുപത്രിന്റെ റോട്ടിന് 3 കിലോമീറ്റർ വരാം. അല്ലാതെ തന്നെ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ നിന്ന് കൂട്ടിലങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്റർ ഉള്ളത്. ചട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളത്. ഇനിയിപ്പോ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുക കൊറിയർ ഉണ്ടോന്നുള്ള. കൊറിയർ ഞാൻ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഒരു 10 40 50 കൊറിയർ ഇപ്പൊ അയച്ചു. നമ്മളിപ്പോൾ ലോങ്ങിൻ്റെ തൈകളൊക്കെയാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, നമ്മൾ കൊറിയർ അയച്ചു തരും. കൊറിയർ ചാർജ് ഒരു വിഷയമായിട്ട് മാറുന്ന ചില ആളുകൾക്ക്, പക്ഷേ കൊറിയർ ചാർജ് എന്തായാലും വരും. ഇതുണ്ടോ മാംഗോസിൻ്റെ തൈകൾ കേട്ടോ, ഏകദേശം 7 തട്ടൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് 1000 രൂപ കൊടുക്കാം. 7 തട്ടുള്ളതാണ്. ഏകദേശം ഒരു 7 തട്ടിന് 3.5 വർഷം 4 വർഷമായ തൈകളാണ്. അതിൻ്റെ വലിയ തൈകളാണ്. ഇതൊക്കെ ഏകദേശം ഒരു 5 വർഷം 6 വർഷമായ തൈകളാട്ടോ. ഇതൊക്കെ 2500 രൂപ കൊടുക്കാം നമുക്ക്. ഇത്രയും വലിയ തൈകളാണ്, ചെറിയ തൈകളല്ല, വലിയ തൈകളാണ്, ഹെവി തൈകളാണ്. ഇതൊക്കെ സ്നേക്ക് ഫ്രൂട്ടാണ്, സലാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ സീഡൊക്കെ കൊടുത്ത് മുളപ്പിച്ചുണ്ടാക്കിയ തൈകളാണ്. ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. എന്നാലും ഇത് ശരിക്കും ക്രോസ് പോളിനേഷൻ്റെ ആവശ്യമില്ല. അതായത് പിന്നെ സിംഗിൾ തൈ വെച്ചാൽ തന്നെ പിടിക്കണതാണ്. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞൊരു 3 എണ്ണമെങ്കിലും കൊണ്ടുപോയി വെക്കുക. ഇത് നല്ല ഇവിടെ കായ്പിടുത്തുള്ള ഇനങ്ങളാണ്. ഒരു തൈയിന് 250 രൂപയാണ് ഇത്രയും വലിയ തൈകൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് മറ്റേത് അസൈബറി അടക്ക ജ്യൂസ് അടിക്കണമെന്ന് പറഞ്ഞു. ഇത് വലിയ സംഭവമായിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നാലും ആവശ്യക്കാർ വരുന്നുണ്ട്. 50 രൂപയാണ് ഇതിൻ്റെ തൈൻ്റെ വില. ഇതൊക്കെ റെയിൻ ഫോറസ്റ്റിൻ്റെ വലിയ തൈകളാണ്. ഇതിലിപ്പോൾ കായുണ്ട് കേട്ടോ, അതൊക്കെ കായുള്ളതാണ്. ഇതൊക്കെ ഏകദേശം 8 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ നമ്മൾ 1200. ഇതിന് ചെറിയ തൈകൾ 150 200 മുതൽ തൈകളുണ്ട്. ഇതൊക്കെ നമ്മൾ ജബോട്ടിക്കാവിൻ്റെ തൈകളാട്ടോ.
ഇത് ചെറിയ തൈകളാണ് അതിൽ 100 രൂപ മുതൽ തൈകളുണ്ട്. തൈകൾ സ്റ്റാർട്ടിംഗ് റെഡ് ഐബോണ്ട് എസ്കാർലറ്റും ഉണ്ട്. നമ്മളെ സീറ്റ് ലൂബി, നമ്മളെ ലൂബിയാണ്. എന്താണ് ഇതിൽ തന്നെ കായ ഉണ്ടോ? അതാണ് ഇതിന്റെ റിസൾട്ട് അല്ലേ? കണ്ടില്ലേ? ഓക്കെ, കായ ഉണ്ടോ? കായ പിടിച്ചു. ഇത്തരം റിസൾട്ട് നമുക്ക് ഇതുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമ്മളെ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യുന്ന തൈകളാണ് കേട്ടോ. അതേമാതിരി ബട്ടർ കണ്ടോ, ഇതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കാഴ്ച ബട്ടറുകൾ ചെയ്യാണ്. ഇതൊക്കെ കൊടുക്കാൻ ഒരു 15 ദിവസത്തെ കണ്ടീഷൻ ഒന്നും കൂടി ആയിട്ടേ കൊടുക്കാൻ പറ്റും. ഗ്രൂമിച്ചാമയാണത്. ഗ്രൂമിച്ചാമയാണല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? അതിന് ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. പഴം അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ഉണ്ട്. പൂവൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുക? അത് ചെറിയ തൈകള് 250 രൂപ മുതൽ തൈകളുണ്ട്. പിന്നെ വലിയ തൈകളുണ്ട്. കാഴ്ചതൊക്കെ ഒരു 4000 ഒക്കെ വരും കേട്ടോ. വലിയ പ്ലാന്റുകള്. പിന്നെ 2000-ന്റെ 1500 ഉണ്ട്. അതൊക്കെ അത്യാവശ്യം മൂപ്പുണ്ടാവും. ഒരു 5 വർഷത്തിലേറെ മൂപ്പുണ്ടാവും. നമ്മുടെ സ്ട്രോബെറി പേരിന്റെ വലിയ തൈകൾ കേട്ടോ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത്രയും വലിപ്പമുള്ള തൈകൾ 250 രൂപ കൊടുക്കുക. ഇത്രയും വലിയ കായ്ക്കാറായ തൈകളാണ്. പുലാസാന്റെ വലിയ വലിയ പ്ലാന്റുകൾ കേട്ടോ. അതൊക്കെ പുലാസാന്റെ അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള തൈകളൊക്കെ ഒരു 1200-2000 ഉള്ളിൽ വരുന്ന തൈകളാണ്. ഇതൊക്കെ ശരിക്കും 3000-4000 ഒക്കെ വന്നിരുന്ന തൈകളാണ്. അപ്പോൾ ഒക്കെ വില കുറച്ചിട്ടുണ്ട്. അവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു 3 അടി 4 അടി ഹൈറ്റുള്ള തൈകളൊക്കെ ഒരു 1200 രൂപയ്ക്ക് തൈകളുണ്ട് കേട്ടോ. പുലാസാൻ ചെറിയ തൈകൾ 400 രൂപ മുതൽ തൈകളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ തെക്കൻ പെപ്പറിന്റെ ബുഷ് ചോദിക്കാറുണ്ട്. തെക്കൻ പെപ്പർ ബുഷ് തൈ വള്ളിയായിട്ട് കിട്ടണുണ്ടായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ബുഷ് പെപ്പർ ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തൈ ഞാൻ ഇതിപ്പോൾ ഒരു സെയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൈകൾ ഇതാ ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട് കാഴ്ച കണ്ടോ. ഇതൊക്കെ കായ വന്നു തന്നെയാണ്. 350 രൂപക്കാണ് ഇത്ര വലിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മൂട്ടിപ്പഴത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ബഡ് ചെയ്ത തൈകൾ കേട്ടോ. പെട്ടെന്ന് കയറി വരും ചെയ്യും, പെട്ടെന്ന് കായ്ക്കും ചെയ്യും. സ്വീറ്റാണിത്. അപ്പോൾ ഇത്രയും കേട്ടോ. ഇത്രയും വലിയ തൈകൾ നമ്മൾ 450 രൂപയ്ക്കാണ് ഇത്രയും വലിയ തൈ കൊടുക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇത് മാത്രമല്ല, ബാക്കിൽ വേണം ഇനിയും തൈകളുണ്ട്. അടിപൊളി തൈകളാണ്. ചെറിയ കുഞ്ഞു തൈ വരെ 250 രൂപയ്ക്ക് വില ഉണ്ട്. ഇത് ഇത്രയും വലിയ തൈകളാണ് കൊടുക്കണം. ഇതുണ്ടോ, വിയറ്റ്നാമിൻ്റെ നല്ല അടിപൊളി തൈകൾ, ചക്ക പിടിപ്പിക്കാത്ത തൈകൾ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കരുത്തിൽ നിൽക്കുന്നത്. ഇത്രയും വലിയ ഇതേമാതിരി തൈകൾ നമ്മളൊരു 400 രൂപ കൊടുക്കണം. അത് ഇതൊരു ഓഫർ 350 രൂപ കൊടുക്കുക. ഇത്രയും വലിയ തൈകൾ കേട്ടോ. ചെറിയ തൈയല്ല കണ്ടോ. ഇതിലൊക്കെ ഉണ്ടോ 500 രൂപേൻ്റെ തൈകൾ. ഇതൊക്കെ 500 രൂപേൻ്റെ തൈയുടെ ചക്ക പിടിച്ച് കണ്ടോ. ചക്കയോടുള്ള തൈ 500 രൂപ. ഈ ചക്കയോടുകൂടെ വലിയ തൈകൾ വലിയ ഹൈറ്റുള്ള തൈകൾ എത്ര കൊടുക്കുക? 750 രൂപ കൊടുക്കുക. 750 രൂപ കൊടുക്കല്ലേ? വലിയ തൈകൾ, വലിയ കവർ കേട്ടോ. അതിലൊക്കെ ചക്കളാണ്. 650 രൂപേൻ്റെ 600-ൻ്റെ 500-ൻ്റെ വരെ ചക്കളുള്ള ഇവിടെ ഉണ്ട് തൈകൾ. കൊറിയർ പിന്നെ ഹൈവേ ഡെലിവറി ഉണ്ട്. അതേപോലെ ഇപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ കൊറിയർ പാക്ക് ചെയ്ത് ആമസോൺ വഴിയും ഇപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആമസോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആമസോൺ യൂസ് ചെയ്യുന്നത്. DTDCയിലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പുറത്തേക്കൊക്കെയാണ് കൂടുതൽ ഓർഡർ വരുന്നത്. അതർ സ്റ്റേറ്റിലേക്കാണ് കൂടുതൽ ഓർഡർ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കൊറിയർ അല്ലാതെ ഒരു കസ്റ്റമറിന് വാങ്ങണം, ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്ന് വലിയ പ്ലാന്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊറിയർ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യാൻ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ടു കാസർഗോഡ് 2 ഭാഗത്തും ട്രിപ്പ് ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അത് ഞങ്ങൾ ശരിക്കും വാടക അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂട്ടിയിട്ട് വാടക എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ തിരുവനന്തപുരം പോയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. അതേപോലെ ഇവിടുന്ന് പിന്നെ കൂടുതൽ പ്ലാൻസ് എടുക്കുകയാണെങ്കിൽ ഒരു 10-30 കിലോമീറ്റർ നമുക്ക് ഏകദേശം ആയിട്ട് ഇതിനനുസരിച്ച് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പണികളോ അല്ലെങ്കിൽ ചെറിയൊരു വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും.